പടം സൂര്യ എങ്ങനെയുണ്ട്? ഭയങ്കര സന്തോഷത്തിലല്ലോ അടിപൊളിയാണ്. പടം കണ്ടായിരുന്നേട്ടാ? പടം കണ്ടായിരുന്നു. ഒന്നും പോലും പറയാ ബ്രോ. പടം എങ്ങനെ ഉണ്ട്? ഈ പടം എങ്ങനെ ഇഷ്ടപ്പെട്ടോ ബ്രോ? പടം എങ്ങനെ ഉണ്ട്? നല്ല തറമാണ് സംഭവം. എങ്ങനെയുണ്ട് സിനിമ? അടിപൊളിയാണ്. എന്താ അടിപൊളിയാന്ന് പറയുന്നത്? പടം കണ്ടു. എങ്ങനെയുണ്ട്? അടിപൊളിയാണോ സിനിമ? എങ്ങനെയുണ്ട്? അടിപൊളിയാണോ? വർക്കായില്ല? എങ്ങനെയുണ്ട് സിനിമ? എങ്ങനെയുണ്ട് ബ്രോ? സൂര്യയുടെ ഒരു കങ്കോയ്ക്ക് ശേഷം ഇറങ്ങുന്ന സിനിമ എങ്ങനെയുണ്ട്? അടിപൊളി അടിപൊളിയാണ്. ഈ കങ്കോയ്ക്ക് ശേഷം ഇറങ്ങുന്ന സിനിമയല്ലോ, അപ്പൊ അതിന്റെ വിമർശനങ്ങൾ അതിനേക്കാളും ബെറ്ററാണ്. ഈ കാർത്തിക് സുബ്രാജ് പടം തന്നെയാണോ? എനിക്കിഷ്ടപ്പെട്ടു. ഈ BGM പാട്ടുകളൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? എങ്ങനെയുണ്ടായിരുന്നു? ഒരു 100 കോടിയൊക്കെ കളക്ട് ചെയ്യുന്ന ദിവസമാണോ? 100 കോടി അറിയില്ല, പക്ഷെ അടിപൊളിയാണ്. ഇഷ്ടപ്പെട്ടോ? ഈ സൂര്യ കങ്കുവ സിനിമ നല്ല സിനിമയാണ്. ഈ കാർത്തിക് സുബ്രാജിന്റെ ഒരു നല്ലൊരു കിടിലൻ മേക്കിംഗ് ആണല്ലേ? ഇഷ്ടപ്പെട്ടു. ഈ ഡാൻസ് ഒക്കെ ഭയങ്കര വൈറലായിരുന്നു. ഡാൻസ് ഒക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. ഇഷ്ടമായല്ലേ? എന്തായാലും മോസ്റ്റ് ഒരു സീൻ എന്തായിരിക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്? ആക്ഷനാണോ? സൂര്യയുടെ ആക്ഷനാണ്. ഓക്കെ, താങ്ക് യു. നിറഞ്ഞുണ്ട്. പണി വെച്ചിരിക്കുന്നത് ആണല്ലേ? അത്ര പോരാ. ഈ കങ്കോയ്ക്ക് ശേഷം ഒരു ഗംഭീര മാസ് പടം എന്നൊക്കെ ആൾക്കാർ പറയുന്നുണ്ട്. അങ്ങനെ പറയാൻ പറ്റില്ല, പക്ഷേ ആ ഒരു ഇമോഷൻസ് ആണ് ഫുൾ ഓഫ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അത്രേ ഉള്ളൂ. അത് അങ്ങനെ ഇമോഷൻസ് കാരണം നമ്മുടെ ഇവിടെ ഓടുന്നതെന്ന് തോന്നുന്നില്ല. തമിഴ്നാട്ടുകാർക്ക് ഇങ്ങനെ ഇഷ്ടമായി, പക്ഷേ നമ്മൾ വിചാരിച്ചത്ര വന്നില്ല. കേരളത്തിലിപ്പോൾ തുടരുമല്ലേ? തുടരും മിക്കവാറും. സങ്കടം മാറ്റി. ഈ സീനുകളൊക്കെ വർക്കായ അതാണോ പ്രശ്നം? സീനുകൾ വർക്കായില്ല, നമ്മുടെ ഇമോഷൻസും അങ്ങോട്ട് കണക്ട് ആയില്ല. ക്ലൈമാക്സും ലാസ്റ്റും ഇമോഷൻസും കണക്ട് ആയില്ല. ഇഷ്ടപ്പെട്ടില്ല വെച്ചാൽ സൂര്യനെ തിരിച്ചറിനെ ഭയങ്കരമായിട്ട് കാത്തിരിക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ വന്നില്ല. ഓക്കെ, എങ്ങനെയുണ്ട് സിനിമ? ആവറേജ് ആണോ? എന്ത് പറ്റി? മ്യൂസിക്കെല്ലാം നല്ലതായിരുന്നു, പക്ഷേ സ്റ്റോറി വൈസ് ഇമോഷൻ ഞങ്ങളൊക്കെ കണക്ട് ആയെന്ന് പറയുന്നുണ്ട്. അത് കുറച്ച് കണ്ടിട്ടുണ്ട്, പക്ഷേ എല്ലാം നമ്മൾ ക്ലൈമാക്സ് ഒക്കെ വന്നപ്പോൾ നമ്മൾ വിചാരിച്ച ഈ മഹാനെ കണ്ടിട്ട് നമ്മൾ ആ ഒരു വൈബല്ലേ അതിനൊരു പ്രശ്നം. ജയറാം എങ്ങനെയുണ്ട്? ജയറാം തുറക്കം എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. ഇത് കുറച്ച് കഴിയുമ്പോൾ ആ ക്യാരക്ടറിന് അധികം ഡെപ്തായിട്ട് തോന്നുന്നില്ല. ഈ മ്യൂസിക് ഒക്കെ എത്രത്തോളം? മ്യൂസിക് നല്ല അടിപൊളിയാണ്. ആക്ഷൻ നല്ലതാണ്, പക്ഷേ ഞാൻ പറഞ്ഞു ഓവറോൾ എടുക്കുമ്പോൾ ഒരു ഈ നമുക്ക് കങ്കോക്കൊക്കെ വിമർശനങ്ങൾ കേട്ടാണ്. അപ്പോൾ ഇതിനകത്തേക്ക് ഇത് കേൾക്കേണ്ടി വരുമോ? അറിയത്തില്ല, ചിലവൊക്കെ കണക്ട് ആവുമായിരിക്കും. എനിക്ക് ആ മഹാനൊക്കെ ഇഷ്ടപ്പെട്ടത് ആ ഒരു വൈബ് കിട്ടി. അല്ല, ആ ഒരു വൈബാണ് പടം അല്ലേ? ആ ഒരു രീതിയിൽ ഫാൻസിന് അദ്ദേഹത്തെ കണ്ടിരിക്കാവുന്ന ആ ഒരു ഫീൽ അല്ലാതെ പടത്തിലിപ്പോൾ ഒരു കാർത്തിക് സുബ്രാജ് പടം എന്ന് പറയുമ്പോഴുള്ള ആ ഒരു ഫീൽ പടത്തിൽ തരാൻ പറ്റില്ല. കാരണം പല സീനുകളിലും ഇവർ ഈ കഥ പറയുന്നതും അവതരിപ്പിക്കുന്നത് വളരെ സീരിയസ് ആയിട്ടാണോ അല്ല സ്മൂഫായിട്ടാണോ നമുക്ക് പോലും മനസ്സിലാവാത്ത രീതിയിലാണ്. അപ്പോൾ ക്ലൈമാക്സ് എന്താണ് പോസ്റ്റ് ക്രെഡിറ്റ് കഴിഞ്ഞിട്ടുള്ള ഒരു സീനിലൂടെ അവരത് ബാലൻസ് ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിലും അത് അവിടെ ഒരു പാളിപ്പോയ പരീക്ഷണം എന്ന് വേണമെങ്കിൽ പറയാം. കാർത്തിക് സുബ്രാജ് അദ്ദേഹത്തിൻ്റെ മേക്കിങ്ങിന് ഒരു നല്ല ഫാനാണ്.